എല്ലാവർക്കും നമസ്കാരം. മൈസെറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. King of Pentacles, Four of Swords, Temperance energy, Magician, Two of Cups, High Priestess energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെയധികം സാധ്യതകൾ നൽകുന്ന ഒരു എനർജിയാണ്. എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ആദ്യം തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചിലപ്പോൾ പ്രൊമോഷനോ ശമ്പള വർധനവോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലഭ്യമാകുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കോമ്പറ്റീഷനിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ മുന്നോട്ടേക്ക് പോവുകയും സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു ആ രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. നിങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആ ഒരു വലിയ നേട്ടം, ഒരുപക്ഷെ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നൊരു കാറോ ബൈക്കോ, വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും. ഏറ്റവും നിങ്ങൾ ഇന്ന് വരെ വാങ്ങിച്ചതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതകൾ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ നടക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ വളരെ പ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വീട് വയ്ക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കാം. സ്വന്തമായിട്ട് വീടും സ്ഥലം വാങ്ങിക്കുക അതുപോലുള്ളൊരു സാഹചര്യമൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പക്ഷേ ഇത് ബിസിനസ് ആയിരിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ സ്ഥലമോ വീടോ പ്രോപ്പർട്ടിയോ എന്തോ ഒക്കെ വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന ഒരു സാഹചര്യവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മാസത്തിലുള്ളത്. സാമ്പത്തികമായിട്ട് പുതിയ സാധ്യതകൾ, ബിസിനസ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ബാങ്ക് ഇടപാടുകൾ, ലോൺ കാര്യങ്ങൾ, ചില ആളുകൾക്ക് ഓൾറെഡി ഉള്ള ലോൺ അവർ അടച്ചു തീർക്കുന്നതിനുള്ളൊരു സാഹചര്യവും ആവാം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. പൊതുവേ ഫോർ ഓഫ് സൗത്ത്സ് എനർജി റിലാക്സിങ് ആയിട്ടുള്ളൊരു മാസമായിരിക്കും. ഈ ഒരു സമയത്ത് ഇപ്പോൾ ജോലി തിരക്കുകളുള്ളൊരു വ്യക്തിയാണ്, സ്ഥിരമായിട്ട് വളരെ തിരക്കാണ്, അങ്ങനെയൊക്കെയുള്ള ജോലിയിൽ വളരെ വ്യാപൃതരായിട്ടിരിക്കുന്നവർ, ജോലിയിൽ എപ്പോഴും തിരക്ക് കൊണ്ട് ഓടി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു മാസമൊക്കെ ഒന്നൊരു സമാധാന സ്വസ്ഥയൊക്കെയുള്ളൊരു സമയമാണ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ്, ലൈഫ് എങ്ങനെയാണോ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി കണക്ഷൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. 4 ഓഫ് സോർട്സ് എനർജി ആണെങ്കിൽ ഇത് റിലാക്സ് എന്ന് പറയുമ്പോഴും ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ്, അതായത് ഒത്തിരി റിലാക്സ്, ഇനി അധികം ഇങ്ങനെ ഓടിയിരുന്ന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നാൽ മതി. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾ നേടുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക്. അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ്ഡായി, നിങ്ങൾ ചിലപ്പം കുടുംബത്തോടൊപ്പം ഒരു യാത്രയൊക്കെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ എന്താ പറയുക, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി അമിതമായിട്ട് ഇൻവോൾവ് ആവുന്നവർ ജോലിയിൽ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അതേസമയം തന്നെ ഫാമിലി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം ശരീരം, നമ്മൾ പറയും ശരീരം നോക്കാതെ ഓടി നടന്ന് പണിയെടുക്കുന്നത് നിർത്തി സ്വന്തം ശരീരവും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അതായത് നിങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അത് ശാരീരികമായിട്ട് മാനസികമാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സ്വന്തം
കാര്യം കൂടി നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എല്ലാം കൊണ്ടും. ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നവർ വർക്ക് ലൈഫ് ബാലൻസിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കുടുംബം, കുട്ടികൾ, അച്ഛനമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, അതുപോലുള്ളൊരു ബന്ധം അതിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ജോലിയിലും വ്യാപൃതരാകുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ ബാലൻസ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സാമ്പത്തികം, പണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ജോലി നല്ല രീതിയിൽ പോകുന്ന സന്തോഷം, കുടുംബ അന്തരീക്ഷം, ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വരാം, അതായത് പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം, സ്പിരിച്വാലിറ്റി, റിലീജിയനായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ എല്ലാ മേഖലയിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗിഫ്റ്റ്സ് ലഭിക്കുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമാവാം ചില ആളുകൾക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ $1 ബില്യൺ എനർജി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചില ആളുകളിൽ അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ അമിതമായിട്ട് ചിലവുകളോ, നിങ്ങൾ വളരെയധികം പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യം സംഭവിക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം ഒന്നും എടുക്കുന്ന സമയമല്ല. എല്ലാം വളരെ മിതമായിട്ട് ഇരുന്ന് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാലും അത് വളരെ പക്വതയോട് കൂടിയിട്ട് ഏറ്റെടുത്ത് പോകുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങളുടെ പ്രായത്തിലുപരി പക്വത കാണിക്കുന്ന സമയമാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു ബന്ധം, കുട്ടികൾ അച്ഛനമ്മമാർ തമ്മിൽ നല്ല ബന്ധം പുലർത്താൻ പറ്റുന്നതും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിത സാഹചര്യം കൊണ്ടുപോകാൻ പറ്റുന്നതും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒരു ഡിപ്രസീവ് നെഗറ്റീവ് ഫേസിൽ നിന്ന് ഒരു പോസിറ്റീവ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മജീഷ്യൻ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത, നിങ്ങൾ സ്വയം വിശ്വസിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളെ കുറച്ച് കാണാതെ, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളൊരു നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നുന്ന സമയമാണ്. നിങ്ങൾ സ്വയം കൊച്ചാക്കി കാണാതെ നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിതിന് കഴിവുണ്ട് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർ, ടീച്ചേഴ്സ്, റിസർച്ചേഴ്സ്, അക്കാഡമിക്സിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ ഫലപ്രദമായിട്ടുള്ള സമയമാണ്. ആ ഒരു മേഖലയിൽ നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സമയമായി എന്നുള്ളതാണ്. മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് വളരെ വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ നേടുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നേടുന്നു. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കുടുംബജീവിതത്തിലും മറ്റ് തലത്തിലും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു ആത്മബലം വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. 2 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി ലൈഫ് വളരെ പോസിറ്റീവായിരിക്കും. കുടുംബ അന്തരീക്ഷം, പ്രണയത്തിലായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ തമ്മിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി, പ്രണയം ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. യാത്രകൾ, ഫാമിലി, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ വളരെ വളരെ ഒരു പ്രണയാദ്രമായിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നിങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ പാരൻസും ഹസ്ബൻഡോ വൈഫോ തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉള്ളൊരു വീട് മാറുന്നത്, സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല തീരുമാനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ പൊതുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളായിട്ട് അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുക, ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പൊതുവേ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് താല്പര്യം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ളത്, ക്ഷേത്രങ്ങളോ പള്ളികളിലോ ഒക്കെ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകൾ ഈ ഒരു മാസം പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.